നേരത്തെ ജെനി പറഞ്ഞത് പ്രകാരം ഉണ്ടായിരുന്ന ജോലിയൊക്കെ കളഞ്ഞിട്ടിരിക്കുകയാണല്ലോ മെറിയുടെ എക്സ്. അങ്ങനെയിരിക്കെ ഇപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ അവൻ കൂടുന്നുണ്ടെങ്കിൽ പോലും ഒരു ഇന്റർവ്യൂവിന് പോലും പാസ്സാക്കുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. മെറി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സും ഷൂസും ടൈയും ഒക്കെ ഇട്ടിട്ടാണ് അവൻ ഇന്റർവ്യൂസ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പണ്ട് എല്ലാ ഇന്റർവ്യൂസും അറ്റൻഡ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടായിരുന്ന അവന് ഇപ്പോൾ മെറി കൂടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം തന്റെ ഇന്റർവ്യൂസിനൊന്നും തന്നെ തനിക്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്യുവാനായിട്ട് സാധിക്കാത്തതെന്ന് അവനും വിചാരിക്കുന്നു. ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടായിരുന്ന അവനും നേരെ വന്ന് എത്തുന്നത് മെറിയുടെ അപ്പാർട്ട്മെന്റിന് മുമ്പിലാണ്. അങ്ങനെയിരിക്കെ അപ്പാർട്ട്മെന്റിലെ ലൈറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവനും മെറീനെ കാണാമല്ലോ എന്ന പ്രതീക്ഷയോടുകൂടി അപ്പാർട്ട്മെന്റിന്റെ മുമ്പിലായിട്ട് എത്തുന്നു. ഈ ഒരു സമയത്ത് മെറിയും വൂച്ചും കൂടി ചേർന്നിട്ട് അപ്പാർട്ട്മെന്റിലുള്ള സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്ത് മാറ്റി വെക്കുകയായിരുന്നു. മെറിയും ഇവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ മെറിയുടെ അനിയത്തിയുടെ കൂടെ താമസിക്കാമെന്നൊരു പ്ലാനൊക്കെ വൂച്ചുവിനോട് പറയുമ്പോഴത്തേക്കും വൂച്ചു ആകട്ടെ താൻ താമസിക്കുന്നിടത്ത് ഇഷ്ടം പോലെ ഇടം ഉണ്ട് എന്ന രീതിക്ക് അവളോടും സംസാരിക്കുന്നു. സോ അവരങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എക്സിന് ഒരുപാട് ദേഷ്യം തോന്നുകയാണ്. രാവിലെ മെറിയൻ താമസിച്ചാണ് എണീറ്റ് വരുന്നത്. ഈ ഒരു സമയത്ത് വൂജുവും അവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും വൂജുവും ജീവിതകാലം മുഴുവൻ ഇതുപോലെ അവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് താൻ തയ്യാറാണെന്നും പറയുകയാണ്. പിന്നീട് വൂച്ചു മെറിയുടെ ഓഫീസിലായിട്ട് കൊണ്ടുവിട്ടതിന് ശേഷം അവന്റെ ഓഫീസിലേക്കും പോകുന്നു. ഈ ഒരു സമയത്ത് അവൾക്ക് എക്സിന്റെ അടുത്തുനിന്നും കോള് വരുന്നു. പക്ഷെ അവളും ആ കോൾസ് എല്ലാം തന്നെ കട്ടാക്കി വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കാരണം എക്സിനും അവളുടെ അടുത്ത് കൂടുതൽ ദേഷ്യം തോന്നിക്കുകയാണ്. സോ ഇപ്പോൾ അവനും വൂജിന്റെ ഫ്രോഡ് എല്ലാം തന്നെ തെളിയിച്ചു കൊടുക്കുന്ന രീതിക്കുള്ള എല്ലാ തെളിവുകളും തന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടേഴ്സിനൊക്കെ മെയിൽ അയക്കുകയാണ്. സോ അവൻ ഒരു പ്രസ് കോൺഫറൻസും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ഓഫീസിൽ എത്തിയതിനു ശേഷമായിരുന്നു ഇതുപോലെ എക്സ് അയച്ചിട്ടുണ്ടായിരുന്ന പ്രസ് കോൺഫറൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മെറിയും കാണുന്നത്. സോ മെറിയും ഇപ്പോൾ എക്സ് നടത്തുന്ന പ്രസ് കോൺഫറൻസ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഇനി എക്സിനെ കാണിക്കുമ്പോഴത്തേക്കും എക്സും തന്റെ വൈഫായിട്ടുണ്ടായിരുന്ന മെറി ഇപ്പോൾ മറ്റൊരാളുടെ കൂടെയാണ് താമസിക്കുന്നതെന്നും ആ ഒരാള് പ്രശസ്തമായിട്ടുള്ള ബേക്കറിയുടെ ഓണറുടെ കൊച്ചുമകൻ ആണ് എന്നും പറഞ്ഞുകൊണ്ട് വൂഷിന്റെ എല്ലാ ഡീറ്റെയിൽസും പുറത്തുവിടുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വുഡിയോ മാരിമിയുടെ ലാസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് സെക്രട്ടറിനെ കാണിക്കുകയാണ്. സെക്രട്ടറി ആകട്ടെ സിഒയുടെ ലോക്കറിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫയൽസും മറ്റുമൊക്കെ നോക്കുന്നു. അതിൽ ഇവര് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രോഡ് കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ രേഖകളുമുണ്ട്. അതേസമയം അതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്രട്ടറി ആണെന്നുള്ള രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് എല്ലാ കാര്യത്തിലും സൈൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് സെക്രട്ടറി ആയിരുന്നു. സോ ഇപ്പോൾ അവരുടെ കമ്പനിക്കെതിരായിട്ട് വലിയൊരു അലിഗേഷനും മറ്റൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സിഒയും തന്നെ അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞ് തല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും എങ്കിൽ പോലും കുറ്റമൊക്കെ ഏറ്റെടുക്കുവാനായിട്ട് ആരെങ്കിലും വേണമല്ലോ. സോ സെക്രട്ടറിയോട് എല്ലാ പ്രശ്നവും ചെയ്തത് താൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കുറ്റങ്ങളൊക്കെ ഏറ്റെടുത്ത് കമ്പനീനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. കൂടാതെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സിഒയുടെ അച്ഛൻ അവന് ഒരുപാട് പണമൊക്കെ നൽകിയിട്ട് അവനെ തിരിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നതായിരിക്കുമെന്നും പറയുന്നു. പോരാത്തതിന് സെക്രട്ടറി വളരെയധികം ബ്രില്യന്റ് ആയതുകൊണ്ട് തന്നെ പ്രോസിക്യൂട്ടേഴ്സ് ഒക്കെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലും സെക്രട്ടറി നിഷ്പ്രയാസം ഇറങ്ങിപ്പോരുമെന്ന രീതിക്കാണ് സിഒയും സംസാരിക്കുന്നത്. ഈ ഒരു സമയത്ത് നീ ഒരിക്കലെങ്കിലും എന്നെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടുണ്ടോ എന്ന രീതിക്ക് സെക്രട്ടറിയും സിഒയോട് ചോദിക്കുന്നു. അതായത് സിഒ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ സെക്രട്ടറിയുടെ പേരിലായിരിക്കും അതെല്ലാം തന്നെ ഇടുക. സോ നീ ഏതെങ്കിലും ട്രബിളിലൊക്കെ വരുന്ന സമയത്ത് എന്നെ ഒരു ടൂളായിട്ട് മാത്രമാണോ കണ്ടിട്ടുള്ളത്, അതോ എപ്പോഴെങ്കിലും നീ എന്നെ റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം സെക്രട്ടറി ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമായിരുന്നു സിഒ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും സെക്രട്ടറിനെ ഒരു ഫ്രണ്ട് ആയിട്ട് കാണുന്നില്ലെങ്കിൽ പോലും ഇതുപോലത്തെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സെക്രട്ടറി ഫ്രണ്ട് ആയിട്ട് കാണുന്നു എന്നൊക്കെ കള്ളം പറയുകയാണ് സിഒ ചെയ്യാറ്. ഇപ്പോൾ തന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോർട്ടോയ്സിനൊക്കെ ഫുഡ് കൊടുക്കൊക്കെ ആയിരുന്നു സെക്രട്ടറിയും. ഈ ഒരു സമയത്ത് സെക്രട്ടറി ചുൻകുങ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു. അതായത് നിനക്ക് വേണ്ടി സിഒയും ഫാമിലിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്നൊക്കെ നീ പറഞ്ഞല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ കമ്പനിക്ക് വേണ്ടി നീയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. സോ നിന്റെ ആ ഒരു കടമെല്ലാം തന്നെ വീട്ടിയിരിക്കുന്നു. ഇനിയും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നിൽക്കേണ്ട എന്നും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അതേ രീതിക്ക് മാത്രമേ അവർക്കും തിരിച്ചു ചെയ്തു കൊടുക്കാനായിട്ട് പാടുള്ളൂ എന്നൊക്കെ ആയിരുന്നു ചിൻകുങ്ങും പറഞ്ഞത്. ഇപ്പോൾ മെറിയുടെ എക്സിനെ കാണിക്കുകയാണ്. എക്സും പത്രസമ്മേളനം നടത്തുന്നത് പോലത്തെ ഒരു റിഹേഴ്സലൊക്കെ ചെയ്യുന്നു. അതായത് മെറിയും വൂച്ചും തമ്മിൽ റിലേഷനിലാണ് എന്നും ശരിക്കും അവൾ എന്റെ ലീഗൽ ആയിട്ടുള്ള വൈഫ് ആണ് എന്നും അവർ കള്ളത്തരമൊക്കെ കാണിച്ചായിരുന്നു ബ്യൂട്ടി പാലസിന്റെ ഒരു അപ്പാർട്ട്മെന്റ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുവാനായിട്ടായിരുന്നു എക്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എക്സും ഇതുപോലത്തെ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ വെക്കുവാനായിട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മറിയും അവനെ ഒരുപാട് തവണ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കോൾ ഒന്നും തന്നെ എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ വൂജുനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ എക്സ് പ്രസ് കോൺഫറൻസ് വെക്കുന്നുണ്ട് എന്ന കാര്യം വൂജുവിനും അവൾ അറിയിക്കുന്നു. സോ വൂജു അവിടേക്ക് പോവുകയാണ്.
പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന സെക്രട്ടറിനെ കാണുവാനായിട്ട് ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും സെക്രട്ടറി അവരോടൊന്നും തന്നെ പറയുന്നില്ല. കൂടാതെ അവനിപ്പോൾ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് സിഒയും സെക്രട്ടറിനെ കോൾ ചെയ്യുന്നത്. അതായത് സിഒ ആയിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ സെക്രട്ടറിയുടെ പേരായിരുന്നല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെക്രട്ടറിയും എല്ലാത്തിനും കൂട്ടു നിന്നിട്ടുമുണ്ടായിരുന്നു. എങ്കിൽ പോലും സിഒ ചെയ്ത എല്ലാ കാര്യങ്ങളും സെക്രട്ടറി ചെയ്തു എന്നൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിലാകട്ടെ സിഒ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവൻ തന്നെയാണ് ചെയ്തതെന്നും താൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് താൻ തുറന്നു പറയുന്നതെന്നും സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും സെക്രട്ടറി മാത്രമായിരിക്കില്ല കുറ്റക്കാരനാവുക, മറിച്ച് സിഇഒ കൂടിയായിരിക്കും. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ ശിക്ഷ അനുഭവിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. പക്ഷെ നിന്റെ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കുവാനായിട്ട് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ നീയായിട്ട് തന്നെ അനുഭവിക്കണമെന്നായിരുന്നു സെക്രട്ടറിയും സിഇഒയുടെ അവസാനമായിട്ട് പറഞ്ഞത്. സോ സിഇഒയും വിചാരിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടന്നതെന്നോർത്ത് ആകെ ദേഷ്യപ്പെടുന്നു. ഇപ്പോൾ കമ്പനിയിലെ സ്റ്റാഫ് സിഇഒയുടെ അടുത്തായിട്ട് വരുമ്പോഴത്തേക്കും സിഇഒയ്ക്കും ഒരു ഐഡിയ തോന്നുകയാണ്. അതായത് നേരത്തെ അപ്പാർട്ട്മെന്റ് ഒക്കെ പണിത സമയത്ത് ഒരു അപ്പാർട്ട്മെന്റ് ഫ്രീ ആയിട്ട് മേയർക്ക് കൊടുക്കാമെന്ന് അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ നേരത്തെ നറുക്കെടുപ്പൊക്കെ നടത്തിയിട്ട് മെറി വിജയിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ആ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും നമ്മളത് മേയർക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ഒരിക്കലും ആരും അറിയുവാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ മെറിക്ക് ആ അപ്പാർട്ട്മെന്റ് എഴുതി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സംശയമൊന്നും തന്നെ പ്രോസിക്യൂട്ടർക്ക് തോന്നുകയില്ല. സോ മേയർക്ക് നമ്മളിത് കൊടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന കാര്യം അവരറിയുക പോലും ഇല്ല എന്ന രീതിക്കാണ് സിഒയും സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് സ്റ്റാഫും അവരുടെ കമ്പനിയിലേക്ക് വന്ന ഒരു മെയിൽ സിഇഒനെ കാണിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ മെറിയുടെ എക്സിന്റെ മെയിൽ ആയിരുന്നു. അതായത് മെറിയുടെ എക്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മെറിയും വൂച്ചും കൂടി ചേർന്നിട്ട് കള്ളത്തരമൊക്കെ കാണിച്ചിട്ടായിരുന്നല്ലോ അവർക്ക് അപ്പാർട്ട്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാമെന്നായിരുന്നു. പക്ഷെ അവന് മെയിൽ അയച്ചപ്പോഴത്തേക്കും അത് കൃത്യമായി കൊടുത്തിട്ടില്ലായിരുന്നു. പകരമായിട്ട് ഇതിന് പിന്നിലെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ താനും ഈ അപ്പാർട്ട്മെന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മേയറിനെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു കൊണ്ടുവരുമെന്നായിരിക്കുമെന്ന് സിഒയും തെറ്റിദ്ധരിക്കുന്നു. സോ സിഒ ആകട്ടെ എത്രയും വേഗം നമ്മളുടെ ലീഗൽ ടീമിനെയൊക്കെ വിളിച്ചിട്ട് അവന്റെ ആ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ നിർത്തലാക്കുവാനായിട്ട് പറയുവാനായിട്ട് സിഒയും ആവശ്യപ്പെടുന്നു. കുറെ നേരമായിട്ട് റിപ്പോർട്ടേഴ്സ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഫോൺ ചെക്ക് ചെയ്യുക ആയിരുന്നു എക്സും. ആ ഒരു സമയത്താണ് ബ്യൂട്ടി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന രീതിക്ക് തെളിവുകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളൊക്കെ അവനും കാണുന്നത്. കൂടാതെ ഇപ്പോൾ സിഒ അയച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂടി എക്സിന്റെ അടുത്തേക്ക് വരികയും എക്സ് അവരുടെ കമ്പനിക്കെതിരായിട്ട് പറയുകയൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനെതിരെ നടപടി എടുക്കുവാനായിട്ട് പോവുകയാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അവൻ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവരെടുത്തോണ്ട് പോവുകയാണ്. എന്തായാലും വൂജി പ്രസ് കോൺഫറൻസ് വെക്കുന്നത് വഴി കമ്പനിക്ക് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വൂജുവിനെതിരായിട്ട് 10 മില്യന്റെ ഒരു മാനനഷ്ട കേസൊക്കെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്തായിരുന്നു അവിടേക്ക് മെറി എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്കെതിരെ ഇത്രയും വലിയ തുകയുടെ മാനനഷ്ട കേസൊക്കെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്റെ കയ്യിൽ അത്രയും പണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കേസ് പിൻവലിക്കുവാനായിട്ട് ആ ഒരു കമ്പനിയോട് പറയണമെന്ന് മെറിയോടും എക്സ് പറയുകയാണ്. ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. നീയും എന്നെപ്പോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്കിടയിൽ ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. നീയും അതുപോലെ അതൊക്കെ മറക്കുകയാണെങ്കിൽ നിനക്കും എന്നെപ്പോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് മെറി പറയുമ്പോഴത്തേക്കും എക്സും എല്ലാം മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാമെന്ന് സമ്മതിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.